ഔപചാരികങ്ങളൊന്നും ഇല്ലാതെ ഒരു നമ്മുടേതായിട്ട് തന്നെ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നൊരു സന്തോഷമാണുള്ളത്. അതാണ് ഒരു കാര്യം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരെ വരാൻ വിചാരിച്ചു. നമ്മുടെ മാധ്യമരംഗം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രത്യേകിച്ചും ഭാരതത്തിലെ ഒരു പൊതുവിലായിട്ടൊരു ഇതുണ്ട്. പക്ഷെ നമ്മൾ ഒരു നെഗറ്റീവായി മാത്രം കാര്യങ്ങളെ കാണുന്ന രീതിയിൽ ശീലിച്ചു വരികയും ജനങ്ങളെ കൊണ്ട് ആ ശീലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിലാണ് നിലനിന്ന് പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു നമ്മുടെ ദേശത്തിൻ്റെ സാംസ്കാരികപരമായിട്ടോ അല്ലെങ്കിൽ പൈതൃകപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഒക്കെയുള്ള എല്ലാ ഘടകങ്ങളും എന്തൊക്കെയോ തരത്തിൽ മോശപ്പെട്ട കാര്യമാണ്. നമ്മൾ കുറച്ച് കുറവുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു അപകർഷത നമ്മളിലേക്ക് എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ധാരണ വലിയ ശക്തമായിട്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയത് ഒരു കാലഘട്ടം വരെ മീഡിയകളാണ്. ഇന്ന് അത് വിട്ടിട്ട് ജനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യതകളൊക്കെ വർദ്ധിച്ചു വരുമ്പോഴാണ് അതിൽ നിന്ന് മാറി പുതിയ സത്യങ്ങൾ തേടിക്കൊണ്ട് ഇപ്പോൾ ഒരുപാട് കഥകൾ, ഇപ്പോൾ ചേരമാമ്പരമാള് മതം മാറിയ കഥ, നങ്ങേലിയുടെ മുലമുറിച്ച കഥ, ജളവാക്കുളത്ത് കൂട്ടക്കൊല ചെയ്ത കഥ, അങ്ങനെ തീർത്തും ഒന്ന് ചെറിയൊരു യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ അസംബന്ധമാണെന്ന് തോന്നുന്ന ഒരുപാട് നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുകയും ഇപ്പം പെരുമാളും അക്കത്ത് പോയ കഥയൊക്കെ തെയ്യത്തിന്റെ വാചാലുകളിൽ വരെ കടന്നു വന്നിട്ടുണ്ട്. അത്രയും വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ ധർമ്മത്തിന്റെ ശക്തി ഏറ്റവും ശക്തമായിട്ടും ഏറ്റവും വ്യാപകമായിട്ടും പ്രചരിപ്പിക്കുക, യഥാർത്ഥത്തിലുള്ള ചരിത്രം എന്താണ്, നമ്മുടെ സംസ്കൃതിയുടെ ബലം എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് ആ ഒരു ധാർമ്മികമായിട്ടുള്ള ധാരയിൽ നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ഇക്കാലത്ത് എന്ന് കരുതുന്നു. അതിൽ പത്രം എന്നുള്ള നിലയിൽ നമുക്ക് മലയാളത്തിൽ ആശ്രയിക്കാനുള്ള ഏകപത്രം ജന്മഭൂമിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഗൗരവവും വളരെയേറെയാണ്. അതേസമയം മറ്റുള്ള മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പരിമിതികളും ഉണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പുതിയ സാധ്യതകളെയൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ഗുരുപരമ്പരയും ദേവതകളും ഒക്കെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ഋഷി പരമ്പരയുടെ എല്ലാ ആശംസകളും